സംസ്ഥാനത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ നമ്മളുടെ സംസ്ഥാനവും ഇപ്പോൾ SIR നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പുതിയ അപ്ഡേഷൻ ഈ സമയത്ത് വരുന്നു. അതായത് നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ കൊടുത്ത എന്യൂമറേഷൻ ഫോമുകളെല്ലാം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഡിജിറ്റലൈസ് ചെയ്തു കഴിഞ്ഞു. 100% ഡിജിറ്റലൈസ് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇങ്ങനെ ഡിജിറ്റലൈസ് ചെയ്ത ശേഷം ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതായത് 1-2 പേരല്ല ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 24,81,000 വരുന്ന സമ്മതിദായകരാണ് നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒരു ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റിലുള്ളത്. നിലവിൽ വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് കമൻറ്റ് ബോക്സിൽ കൂടി കൊടുത്തേക്കാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിക്കുന്ന എല്ലാ വിശദ വിവരങ്ങളും കൊടുത്ത് നമ്മൾ ഏത് പോളിംഗ് ബൂത്തിലാണോ മുൻപ് വോട്ട് ചെയ്തിട്ടുള്ളത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് ലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക. എന്യൂമറേഷൻ ഫോം ലഭിച്ചിട്ട് അത് പൂരിപ്പിച്ച് തിരികെ കൊടുക്കാത്തവരുണ്ട്. അതോടൊപ്പം തന്നെ എന്യൂമറേഷൻ ഫോമുകൾ വാങ്ങുന്നതിൽ അന്ന് വിമുഖത പ്രകടിപ്പിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ BLOമാർ വീടുകളിലെത്തിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്നവർ, അല്ലെങ്കിൽ ഇതുവരെ ഈ ഫോമുകൾ കൈപ്പറ്റാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാതെ പോയവർ, അതോടൊപ്പം തന്നെ മരണപ്പെട്ടവർ, അതോടൊപ്പം തന്നെ വ്യത്യസ്ത ബൂത്തുകളിലായിട്ട് പേരുള്ള, അതായത് പേര് ഇരട്ടിപ്പുള്ള ആളുകൾ, അപ്പോൾ മരണപ്പെട്ടവർ, ഇങ്ങനെയുള്ള ഒട്ടനവധി മേഖലകൾ തിരിച്ചാണ്, ഒട്ടനവധി കാരണങ്ങൾ തിരിച്ചാണ് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അർഹതയുള്ള ഒരു വ്യക്തി പോലും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങളോട് ഇതൊന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി പറയുന്നത്. കാരണം ഏറ്റവും വലിയ നമ്മളുടെ ഒരു അവകാശമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ നമ്മളുടെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ വോട്ടവകാശം നിഷേധിക്കപ്പെടാതിരിക്കാൻ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. ഇനി ആദ്യഘട്ടത്തിലെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്, അതായത് എന്യൂമറേഷൻ ഫോമുകളെല്ലാം നമ്മൾ കൊടുത്തു, അത് ഡിജിറ്റലൈസ് ചെയ്തു. അതിനുശേഷം ആദ്യ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ മാസം ഡിസംബർ 23-ാം തീയതിയാണ്. 23-ാം തീയതി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കാണണം. അത് കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് സമർപ്പിക്കാനുള്ള അവസരമാണ് 2026 ജനുവരി മാസം 22-ാം തീയതി വരെ. ഈ സമയത്തിനിടയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് അപ്പീലുകൾ നൽകുകയും നമ്മളുടെ ആക്ഷേപങ്ങളും പരാതികളും ബോധിപ്പിക്കുകയും ചെയ്യാം. അതിനുശേഷം അന്തിമ പട്ടികയെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് പിന്നീടായിരിക്കും. അതായത് ഏകദേശം 2026 ഫെബ്രുവരി മാസം 21-ാം തീയതിയാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന വ്യക്തികളുടെ സമ്മതിദായകരുടെ ലിസ്റ്റായിരിക്കും അന്ന് പ്രസിദ്ധീകരിക്കുക. ഇതുകൂടാതെ തന്നെ പുതുതായിട്ട്, അതായത് 18 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഇതെല്ലാം തന്നെ ഇതോടൊപ്പം തന്നെ ആരംഭിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അർഹത ഉണ്ടായിരുന്നിട്ടും പേരിപ്പോൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് പരിശോധിക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേകമായിട്ട് സർക്കാർ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക. നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക. പേരില്ല എങ്കിൽ നമ്മൾ സേഫാണ്. ഈ ഒരു 23-ാം തീയതി വരുന്ന കരട് ലിസ്റ്റിൽ നമ്മളുടെ പേരുകൾ തീർച്ചയായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.